സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, നമ്മുടെ നാട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയ്ക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേതായി ആ വിഷയത്തിൽ അഭിനന്ദനാർഹമായ ഒരു ഫത്വ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലായി വായിക്കുകയുണ്ടായി. അതായത് അമുസ്ലിമീങ്ങളുടെ ഒരു മതാചാരമാണത്. അവരുടെ ആചാരങ്ങൾ അവരെന്താണോ അതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള വിശ്വാസങ്ങളെങ്കിൽ അത് ഉൾക്കൊള്ളുകയും അടിസ്ഥാനമാക്കുകയും ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്നതാണ്. മറിച്ച് അത്തരം വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെയും അടിസ്ഥാനമാക്കാതെയും അമുസ്ലിങ്ങളോട് സാദൃശ്യം പുലർത്തുക എന്ന നിലയിലാണ് അത് ചെയ്തതെങ്കിൽ ആ പ്രവൃത്തി നിഷിദ്ധവും കുറ്റകരവുമാണ് എന്ന് സമസ്ത പ്രത്യേകം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഒരാൾ വെളിച്ചം മാത്രം ഉദ്ദേശിച്ച് മറ്റു വിളക്കുകളെപ്പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അനുവദനീയവുമാണ്. ഇതാണ് സമസ്തയുടെ പ്രമേയത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ നിലവിളക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നിപ്പോൾ സമസ്ത അംഗീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ചോദിക്കാനുള്ളത് മറ്റൊരു ചോദ്യമാണ് സമസ്തയോട്. ഇതുപോലെയുള്ള ഇസ്ലാം വിരുദ്ധ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ജാറങ്ങളിലും മക്കാമുകളിലും ദർഗകളിലുമൊക്കെ നിലവിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതും. അതിനെ സംബന്ധിച്ച് ഈ ഒരു പ്രത്യേകമായ ഫത്വയിൽ നിന്ന് കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഒരു മതാചാരം എന്ന നിലക്ക് നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്നും മറ്റു വിളക്കുകളെപ്പോലെ വെളിച്ചം കിട്ടേണ്ട ആവശ്യാർത്ഥം മാത്രമാണെങ്കിൽ അത് അനുവദനീയമാണെന്നും സമസ്ത വ്യക്തമാക്കിയ സ്ഥിതിക്ക് സമസ്തയോടും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആളുകളോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്. എങ്കിൽ ഈ ജാറങ്ങളിൽ, മക്കാമുകളിൽ, ദർഗകളിൽ കത്തിക്കുന്ന നിലവിളക്കിൻ്റെ വിധി എന്താണ്? അത് അനിസ്ലാമികമായ ചില വിശ്വാസങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരും ചെയ്യുന്നത്. ഒരു അമുസ്ലിം പൊതുവേദിയിലും ഉദ്ഘാടന വേദിയിലും നിലവിളക്ക് കൊളുത്തുമ്പോൾ, കത്തിക്കുമ്പോൾ അവർക്ക് അതിലൂടെ അവരുദ്ദേശിക്കുന്ന ഒരു ദേവനിൽ നിന്ന് ചില പ്രത്യേകമായ ഐശ്വര്യങ്ങളും ഉപകാരങ്ങളുമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ജാറങ്ങളിൽ ഇലക്ട്രിസിറ്റി ബൾബുകളും ട്യൂബുകളുമൊക്കെ നിലനിൽക്കെ തന്നെ വെളിച്ചത്തിൻ്റെ യാതൊരാവശ്യാർത്ഥവുമല്ല എന്നുള്ളത് ഏത് വ്യക്തികൾക്കും വളരെ വ്യക്തമാണ്. ആ നിലക്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളവും കേരളത്തിന് പുറത്തുമുള്ള ജാറങ്ങളിലും മക്കാമുകളിലും ദർഗകളിലും വലിയ ഉയരത്തിലുള്ള നിലവിളക്കുകൾ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ വിധി എന്താണ്? എന്ത് വിശ്വാസപ്രകാരമാണ് അവരിത് ചെയ്യുന്നത്? വെളിച്ചം കിട്ടാനല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം വെളിച്ചത്തിന് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പ്രകാശം പരത്തുന്ന ട്യൂബുകളും ബൾബുകളും ഒക്കെ ഉണ്ട്. പിന്നെന്താ ഇതിൻ്റെ ഉദ്ദേശം? അവിടേക്ക് എണ്ണ നേർച്ചയാക്കുന്ന, ആ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരി കത്തിക്കുവാൻ നേർച്ചയാക്കുന്ന ഒരു വ്യക്തി അയാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകണം ഇത് മുഖേന എന്നാണ്. അതായത് ഏതൊരു വ്യക്തിയുടെ ഖബറിൻ്റെ സമീപത്താണോ ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ എനിക്കൊരു ഉദ്ദേശമുണ്ടാകും. ഏതൊരു ഉദ്ദേശാർത്ഥമാണ് ഞാനിവിടെ വിളക്ക് കത്തിക്കാൻ നേർച്ചയാക്കിയത്, എണ്ണ നേർച്ചയാക്കിയത് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അറിയാം. അങ്ങനെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട്, അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിക്കൊണ്ട് ഞാൻ ഈ വിളക്ക് കൊളുത്തിയാൽ, ഇതിൽ എണ്ണയൊഴിച്ചാൽ ആ മഹാത്മാവിനത് ഇഷ്ടമാകും. അങ്ങനെ എൻ്റെ കാര്യം എന്താണോ, എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ഞാനത് ചെയ്യുന്നതെങ്കിൽ ആ കാര്യം ഒന്നുകിൽ അദ്ദേഹം അള്ളാഹുവിനോട് റെക്കമെൻഡ് പറഞ്ഞ് എൻ്റെ കാര്യം നേടിത്തരും, അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് എൻ്റെ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് എന്നെ സഹായിക്കും. ഈ രണ്ടാലൊരു വിശ്വാസപ്രകാരമല്ലാത്ത വിളക്ക് കത്തിക്കലും എണ്ണ നേർച്ചയാക്കലും ഏത് ദർഗയിലും ജാറത്തിലും മക്കാമിലുമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഇതിൻ്റെ വിധി പറയണം. ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഒരു ഉരുണ്ട് മറിയലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയാണ് വിഷയം. സമസ്ത കൃത്യമായിട്ടാണ് പറഞ്ഞത്. വെളിച്ചത്തിനാണെങ്കിൽ
മറ്റെല്ലാ പ്രകാശങ്ങളിലും പോലെ സമസ്ത കൃത്യമായി പറഞ്ഞല്ലോ, മറ്റു വിളക്കുകളെ പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ യാതൊരു കുഴപ്പമല്ല, അത് അനുവദനീയമാണ്. അതെന്തിനാണ് സമസ്ത ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ നിലവിളക്ക് അങ്ങനെ വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്നുണ്ടോ? അവിടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന വിവാദം. നിലവിളക്ക് മക്കാമിലില്ലേ, നിലവിളക്ക് അവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ, ഉണ്ട്. നിലവിളക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, പഴയ കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, പെട്രോമാക്സ് ഇല്ല, അങ്ങനത്തെ ആധുനിക വെളിച്ചത്തിനുള്ള ഒരു സംവിധാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ ആളുകൾ ധാരാളം കൂടുന്ന സ്ഥലങ്ങൾ, മക്കാമായിരുന്നാലും ശരി, ദർസായിരുന്നാലും ശരി, റാത്തിബ് സദസ്സായിരുന്നാലും ശരി, അവിടെ സാധാരണ പോലുള്ള ഒരു വിളക്ക് വെച്ചാൽ അത് ഒരു തിരി മാത്രമേ ഉണ്ടാകൂ, ഒരിക്കലും വെളിച്ചം കാണില്ല. നന്നായി വെളിച്ചം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ധാരാളം തിരികൾ വെക്കാൻ സൗകര്യമുള്ള നിലവിളക്ക്. അപ്പുറത്തും അപ്പുറത്തും തിരികൾ, അടുത്ത തട്ടിലും തിരികൾ വെക്കാൻ നല്ല വെളിച്ചത്തിന്റെ പ്രളയം സൃഷ്ടിക്കാൻ സാധിക്കും. രാത്രി ആളുകൾ സിയാറത്തിന് നാളേക്ക് സന്ദർശിക്കുന്ന വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ധാരാളം നന്നായി നിലവിളക്കുകൾ വെച്ചിരുന്നു, അത് കത്തിച്ചിരുന്നു. അതിലുപയോഗിക്കുന്ന എണ്ണ ആളുകൾ ബറക്കത്തെടുത്തിരുന്നു. ഇന്നും പഴയ കാലത്ത് ആ ബറക്കത്ത് തുടരാൻ വേണ്ടി ആ നിലവിളക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബറക്കത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മക്കാമുകൾ നിലവിളക്ക് വരാൻ കാരണം. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത്, വെളിച്ചം കണ്ണ് കാണാൻ വേണ്ടി, വെളിച്ചം കാണാൻ വേണ്ടി കത്തിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായും അത് കത്തിക്കാം. അദ്ദേഹം അത് സംബന്ധമായി കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിലവിളക്ക് കൊളുത്തലും കത്തിക്കലും ഒക്കെ വേറെയാണ്. കൊളുത്തൽ വേറെ, കത്തിക്കൽ വേറെ. ഞാൻ ആ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തിനാ വെറുതെ ഉരുണ്ട് മറിയുന്നത്? കൊളുത്തിയാലും കത്തിച്ചാലും ഒക്കെ വിഷയം എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം? അമ്പലക്കടവും സമ്മതിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. അമ്പലക്കടവ് മാത്രമല്ല, അപ്പുറത്തെ AP വിഭാഗം സമസ്തയിലെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രിക് ട്യൂബുകളും ബൾബുകളും ഒക്കെ ഉണ്ടെന്നിരിക്കെ വെളിച്ചത്തിന്റെ ആവശ്യാർത്ഥമല്ലാത്ത നിലക്കുള്ള വിളക്ക് കത്തിക്കൽ പാടില്ലാത്തതാണ്, അതിനു വേണ്ടി നേർച്ചയാക്കാനും എണ്ണ നേർച്ചയാക്കാനും പാടില്ലാത്തതാണ് എന്ന് ഇവരൊക്കെ പറയുന്നു. അഭിനന്ദനാർഹമായ കാര്യമാണത്. പക്ഷേ സമൂഹത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ നിലവിളക്കുകൾ എടുത്തു മാറ്റുന്നില്ല? ജാറങ്ങളിലും ദർഗകളിലും ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ സമസ്തയുടെ പ്രമേയത്തിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ്. സമസ്ത കൂട്ടിച്ചേർത്തത് എന്താണ്? അമുസ്ലിമീങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യമാണ്. ഇനി അവരോടൊരു സാദൃശ്യമാകൽ മാത്രമാണ് എങ്കിൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അവസാനം കൂട്ടിച്ചേർത്തത് എന്താണ്? സമസ്ത വെളിച്ചത്തിന്റെ ആവശ്യാർത്ഥം മാത്രമാണെങ്കിൽ മറ്റു വിളക്കുകളെ പോലെ ഇത് അനുവദനീയവുമാണ്. ഇവിടെയാണ് നമ്മുടെ ചോദ്യം. അനിസ്ലാമികമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആളുകൾ ഇന്ന് ജാറങ്ങളിൽ തിരിയിട്ട് അവിടെ എണ്ണയൊഴിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിധി എന്ത്? ആദരിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ആദരിച്ചാൽ ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാവ് തന്നെ തൃപ്തിപ്പെട്ട് അള്ളാഹുവിനോട് തന്റെ കാര്യം ഒന്നുകിൽ റെക്കമെൻഡ് ചെയ്ത് നേടിത്തരും, ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് എൻ്റെ കാര്യം എനിക്ക് സാധിപ്പിച്ചു തരും എന്ന വിശ്വാസത്തോടുകൂടെ ചെയ്യുന്ന ഈ പ്രവൃത്തി തനിച്ച ശിർക്കാണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. സമസ്തക്ക് എന്ത് പറയാനുണ്ട്? അമ്പലക്കടവും എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണെന്ത്? വെളിച്ചത്തിനല്ലെങ്കിൽ കത്തിക്കരുത്. അദ്ദേഹം പറയുന്നുണ്ട്, പൊന്നാനിയിൽ വിളക്കത്തിരിക്കുക എന്ന് പറയുന്നൊരു ശീലമുണ്ടായിരുന്നു. കറന്റ് ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് പൊന്നാനിയിലെ ദർസിൽ മതപഠനം നടത്തിയിരുന്നതൊരു വിളക്കിന് ചുറ്റും ഇരുന്നു കൊണ്ടായിരുന്നു. ഇവിടെ ആർക്കും തർക്കല്ല. അതൊന്നുമല്ലാത്ത നിലക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ ദർഗയിൽ ഇത് കത്തിക്കുന്നു. ഇതൊരു വിശ്വാസപരമായ ആചാരമായ മതാചാരം എന്ന നിലക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സമസ്തയുടെ പ്രമേയത്തിൽ നിന്നും വ്യക്തമാണ്, അമ്പലക്കടവ് ഫൈസിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുമ്പ് നൽകിയ ഫത്വയിൽ നിന്നും വ്യക്തമാണ്, വെളിച്ചത്തിന്റെ ആവശ്യാർത്ഥമല്ലാത്ത നിലക്ക് ഒരിടത്തും നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമായി, ജാറങ്ങളിൽ നിന്നും മക്കാമുകളിൽ നിന്നും ദർഗകളിൽ നിന്നും നിലവിളക്കുകൾ എടുത്തു മാറ്റണം. അവിടെയൊന്നും നിലവിളക്കുകൾ കത്തിക്കാൻ പാടില്ല. കാരണം വെളിച്ചത്തിന്റെ ആവശ്യാർത്ഥം മാത്രമാണെങ്കിലേ അനുവദിക്കപ്പെടുകയുള്ളൂ. ഉറപ്പാണ് ഈ ദർഗകളിലൊന്നും ഇപ്പോൾ വെളിച്ചത്തിന്റെ ആവശ്യാർത്ഥമല്ല ഇത് കത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ സമസ്തയെയും ഈ കാര്യം ഇപ്പോൾ വ്യംഗ്യമായ നിലക്കെങ്കിലും തുറന്നു പറഞ്ഞ അബ്ദുൽ ഹമീദ് ഫൈസിയെയും മുമ്പേ ഈ കാര്യം എഴുതിയിട്ടുള്ള പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള AP വിഭാഗത്തിലെ ആളുകളെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്.
കാരണം നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിരുന്ന കാലത്ത് 1986 സുന്നി വോയിസ് എന്ന് പറയുന്ന നിങ്ങളുടെ മുഖപത്രത്തിൽ നിങ്ങൾ വ്യക്തമായി ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിടത്ത് ഇങ്ങനെയായിരുന്നില്ല പറഞ്ഞിരുന്നത്. ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് ചോദ്യം? ഒരു ചോദ്യം കേട്ടോളൂ. മഹാന്മാരുടെ മക്ബറകളിലും ചില പള്ളികളിലും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട്. വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, ചോദ്യം ശ്രദ്ധിക്കണം. മഹാന്മാരുടെ മക്ബറകളിലും ചില പള്ളികളിലും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട്. വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു. ഇത് അനുവദനീയമാണോ? തദാവശ്യത്തിന് എണ്ണ കത്തിക്കാമോ? എണ്ണ കത്തിക്കാമോ എന്ന് ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് തദാവശ്യാർത്ഥം എണ്ണ നേർച്ചയാക്കാമോ എന്നായിരിക്കും ചോദ്യം. എന്തായാലും ഇതിലുള്ളത് പോലെ ഞാൻ വായിക്കുകയാണ്. ഉത്തരം: മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല. സമസ്തയുടെ പ്രമേയം ഓർക്കണം. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് വന്ന പ്രമേയം അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞതോർക്കണം, പൊന്മള പറഞ്ഞതോർക്കണം. ഇതൊക്കെ ഓർത്തിട്ട് വേണം നിങ്ങൾ ഇത് കേൾക്കാൻ. മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരോടുള്ള ആദരവ് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത്. അതനുവദനീയമാണെന്ന് മാത്രമല്ല, പുണ്യകർമ്മവും കൂടിയാണ്. അപ്പോൾ അതിനെണ്ണയും നേർച്ചയാക്കാവുന്നതാണല്ലോ. നോക്കണം നിങ്ങൾ. അപ്പൊ എന്താ ഈ വിഷയം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് ഇപ്പോൾ സുന്നി വോയിസുകാരൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് കത്തിക്കാം, അതിനു വേണ്ടി നേർച്ചയും എണ്ണയും നേർച്ചയാക്കാം, അതിനൊന്നും വിരോധമല്ല. വെളിച്ചത്തിൻ്റെ ആവശ്യാർത്ഥം മാത്രമല്ല എന്ന് 1986 സുന്നി വോയിസിൽ വളരെ വ്യക്തമായി അവിഭക്ത സമസ്ത APEK വേർതിരിയുന്നതിൻ്റെ മുമ്പ് അന്ന് ഫത്വ കൊടുത്തു. ആ ഫത്വയുടെ സ്ഥാനം ഇപ്പോൾ ചവറ്റുകൊട്ടയിലാണെന്ന് സമസ്തയുടെ പ്രമേയവും അബ്ദുൽ ഹമീദ് ഫൈസിയുടെ അദ്ദേഹത്തിൻ്റെ വിശദീകരണവും പൊന്മളയുടെ ഫത്വയിൽ നിന്നുള്ള ഭാഗങ്ങളുമൊക്കെ വ്യക്തമാക്കുന്ന സ്ഥിതിക്ക് പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങളോട് അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ അടുത്തൊരു പ്രമേയത്തിൽ പാസ്സാക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദർഗകളിലും ജാറങ്ങളിലും മക്കാമുകളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നിലവിളക്കുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അതിനി ആരും കത്തിക്കരുത് എന്ന് കൂടി നിങ്ങൾ പ്രമേയം പാസ്സാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതല്ല, ഈ വക വിശ്വാസത്തിനൊക്കെ ഞങ്ങൾക്ക് യാതൊരു തകരാറുമില്ല, അങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടെയൊക്കെ കത്തിക്കാമെന്നാണോ? എങ്കിൽ നിങ്ങൾ അതും ഒന്ന് പറയുക. ഏതിലാണ് നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് സാധാരണ ജനങ്ങളോടൊന്ന് വ്യക്തമായി പറയണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ, ശിർക്ക് കലരാത്ത ജീവിതവുമായി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.